എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സൺഷൈൻ അല്ലെങ്കിൽ രാശി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ മിക്കവർക്കും അറിയാമായിരിക്കും, അല്ലേ? എന്നാൽ അതല്ല കഥയുടെ മുഴുവൻ ഭാഗമെങ്കിലോ, നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പകുതി മാത്രമേ അതിൽ പറയുന്നുള്ളൂ എന്ന് വന്നാലോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ചാണ്. 27 നക്ഷത്രങ്ങളുടെ ആ രഹസ്യലോകത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പോ നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ ആ നക്ഷത്രം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാലോ? നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഈ രാശി പ്രവചനങ്ങൾക്കപ്പുറം വലിയൊരു ലോകമുണ്ട്. ഈ ഒരു ചിന്ത മാത്രം മതി ജ്യോതിഷത്തെ നമ്മൾ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പത്രങ്ങളിലും മറ്റും കാണുന്ന വെസ്റ്റേൺ ആസ്ട്രോളജി അത് സൂര്യനെയാണ് കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ ഭാരതീയ ജ്യോതിഷം ഉൾപ്പെടെയുള്ള ഒരുപാട് പൗരാണിക സംസ്കാരങ്ങൾ ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാൻ നോക്കുന്നത് ചന്ദ്രനെയാണ്. അവിടെയാണ് വ്യത്യാസം തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ വ്യത്യാസം എന്ന് നോക്കാം. സൂര്യരാശി, അതായത് വെസ്റ്റേൺ സിസ്റ്റം, നിങ്ങളുടെ പുറം ലോകത്തുള്ള സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഈഗോ, നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ. പക്ഷെ ചന്ദ്രനക്ഷത്രം അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ പുറംചട്ടയും മറ്റേത് നിങ്ങളുടെ ആത്മാവുമാണെന്ന് പറയാം. ഇത് വെറും രണ്ട് സിസ്റ്റങ്ങളല്ല, ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആകാശത്തിനെ 27 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. ഓരോ ഭാഗവും ഓരോ വീട് പോലെ. ചന്ദ്രൻ ഓരോ ദിവസവും ഈ ഓരോ വീട്ടിലായിരിക്കും താമസിക്കുക. അപ്പോൾ നിങ്ങൾ ജനിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ചന്ദ്രൻ ഈ 27 വീടുകളിൽ ഏതിലായിരുന്നോ അതാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം. സിമ്പിൾ അല്ലേ? ഇതൊക്കെ വെറുമൊരു കണക്കോ കാര്യങ്ങളോ മാത്രമല്ല കേട്ടോ. ഈ 27 നക്ഷത്രങ്ങളെന്ന ആശയത്തിനു പിന്നിൽ ശരിക്കും പ്രണയവും വാഗ്ദാനവുമൊക്കെയുള്ള ഒരു കിടിലൻ കഥയുണ്ട്. ഒരു പ്രപഞ്ച പ്രണയകഥ. ആ കഥ കേട്ടാൽ മാത്രമേ ഈ സിസ്റ്റം എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാവൂ. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. എന്തുകൊണ്ടാണ് ഈ 27 എന്ന സംഖ്യയ്ക്ക് ഇത്ര പ്രാധാന്യം? കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഈ 27 എന്നത് ദക്ഷ പ്രജാപതിയുടെ 27 പെൺമക്കളാണ്. അപ്പോ കഥ ഇങ്ങനെയാണ്. ദക്ഷ പ്രജാപതി തന്റെ 27 പെൺമക്കളെയും ചന്ദ്രദേവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ വെച്ചു: എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ആ വാക്ക് പാലിക്കാൻ വേണ്ടി ചന്ദ്രൻ എന്തു ചെയ്തു? ഓരോ ദിവസവും ഓരോ ഭാര്യയുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ 27 നക്ഷത്രങ്ങളിലൂടെയുള്ള ചന്ദ്രന്റെ ആ യാത്രയാണ് നമ്മുടെ ചാന്ദ്ര കാലണ്ടറിന് അടിസ്ഥാനമായത്. കണ്ടോ, ഇതൊരു വെറും യാത്രയല്ല. ഓരോ ദിവസവും ചന്ദ്രന്റെ സ്വഭാവം മാറും. അത് നമ്മളെയും സ്വാധീനിക്കുമെന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോ ഈ 27 നക്ഷത്രങ്ങളും ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റെതായ ഒരു പ്രത്യേക സ്വഭാവം, ഒരു പേഴ്സണാലിറ്റി കിട്ടുന്നത്? നമുക്കതിന്റെ ഘടന എന്താണെന്നൊന്ന് നോക്കാം. നോക്കൂ, ഓരോ നക്ഷത്രത്തിനും പല ലെയറുകളുണ്ട്. അതിനൊരു പ്രത്യേക രൂപം സങ്കല്പിക്കുന്നു. അതിനെ സ്വരൂപം എന്നു പറയും. പിന്നെ അതിനൊരു അതിദേവതയുണ്ട്, ഒരു പ്രത്യേക മൃഗമുണ്ട്. ഉദാഹരണത്തിന് അശ്വതി നോക്കൂ. രൂപം കുതിരയുടെ തല. ദേവതകൾ അശ്വിനി ദേവകൾ. മൃഗം കുതിര തന്നെ. എല്ലാം വേഗതയും ഊർജ്ജത്തെയും സൂചിപ്പിക്കുന്നു. ഇനി രോഹിണി എടുത്താലോ? രൂപം ഒരു വണ്ടിയാണ്. അധിപൻ സൃഷ്ടാവായ ബ്രഹ്മാവാണ്. ഇത് വളർച്ചയും ഭംഗിയെയും കാണിക്കുന്നു. ഇങ്ങനെ ഓരോ ഘടകങ്ങളും ചേർന്നാണ് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ ഒരു യുണീക്ക് എനർജി കൊടുക്കുന്നത്. ഈ സങ്കല്പരൂപങ്ങൾ, അതായത് സ്വരൂപം, വളരെ പ്രധാനപ്പെട്ടതാണ്. അശ്വതിയുടെ കാര്യം തന്നെ എടുക്കാം. കുതിരയുടെ തല. എന്താണത് സൂചിപ്പിക്കുന്നത്? എപ്പോഴും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആവേശം, പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു കഴിവ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ വളരെ എനർജറ്റിക് ആയിരിക്കും. ഇനി അടുത്തത് നോക്കൂ, ഭരണി. അതിന്റെ രൂപം ഒരു മൺകലം അല്ലെങ്കിൽ യോനിയായാണ് സങ്കല്പിക്കുന്നത്. ഇതെത്ര ആഴത്തിലുള്ളൊരു സിമ്പലാണെന്ന് നോക്കിക്കേ. ജീവന്റെ പാത്രം. ജനനം, മരണം, പിന്നെ അതിനിടയിലുള്ള വലിയ മാറ്റങ്ങൾ, ഇതെല്ലാമാണ് ഭരണി പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകാനുള്ളൊരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. എല്ലാ രൂപങ്ങളും ഇത്ര ഡീപ്പല്ല കേട്ടോ. ചിലതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സാധനങ്ങളാണ്. ഉദാഹരണത്തിന് ഉത്രവും പൂരവും. ഈ രണ്ട് നക്ഷത്രങ്ങളെയും ഒരു കട്ടിലിന്റെ കാലുകളായാണ് കാണുന്നത്. എന്തിനാണ് കട്ടില്? വിശ്രമിക്കാൻ, അല്ലേ? അപ്പോൾ ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരും സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. കണ്ടോ, ആ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്വഭാവം മനസ്സിലാക്കാം. ശരി, നമ്മളിപ്പോ പ്രപഞ്ചകഥയും സങ്കല്പരൂപങ്ങളും ഒക്കെ കണ്ടു. ഇനി തിരിച്ചു നമ്മുടെ നാട്ടിലേക്ക് വരാം. നമ്മുടെയൊക്കെ ജീവിതത്തില്, പ്രത്യേകിച്ച് കേരളത്തില്, ഈ നക്ഷത്രങ്ങൾക്ക് എന്ത് റോളാണുള്ളത്? നമുക്ക് നോക്കാം.
ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നക്ഷത്രം. എന്തിനാണത്? ആ നക്ഷത്രം വെച്ചാണ് ജാതകം തയ്യാറാക്കുന്നത്. കുഞ്ഞിന് പേരിടുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരം തീരുമാനിക്കുന്നത് പോലും നക്ഷത്രം വെച്ചാണ്. പിന്നെ വിവാഹം ആലോചിക്കുമ്പോഴോ പൊരുത്തം നോക്കുന്നത് നക്ഷത്രങ്ങൾ തമ്മിലാണ്. നമ്മുടെ ആഘോഷങ്ങൾ, തിരുവാതിര പോലുള്ളവ, അതും നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ചുരുക്കി പറഞ്ഞാൽ, ജനനം മുതൽ ജീവിതത്തിലെ ഓരോ പ്രധാന ഘട്ടത്തിലും ഈ നക്ഷത്രങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും, എന്റെ നക്ഷത്രമേതാണ്, അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന്, അല്ലേ? നമുക്കതിലേക്കാണ് ഇനി പോകുന്നത്. സൺസൈൻ അറിയാൻ ജനിച്ച മാസം അറിഞ്ഞാ മതി. പക്ഷേ ജന്മനക്ഷത്രം അങ്ങനെയല്ല. അത് കുറച്ചുകൂടി പ്രിസൈസാണ്. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ വേണം. നിങ്ങളുടെ നക്ഷത്രം കൃത്യമായി അറിയാൻ ഈ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. 1. നിങ്ങൾ ജനിച്ച തീയതി. 2. ജനിച്ച സമയം. 3. നിങ്ങൾ ജനിച്ച സ്ഥലം. ഈ 3 കിട്ടിയാൽ നിങ്ങൾ ജനിച്ച ആ ഒരു സെക്കൻഡിൽ ചന്ദ്രൻ ആകാശത്ത് എവിടെയായിരുന്നു എന്ന് കൃത്യമായി പ്ലോട്ട് ചെയ്യാൻ പറ്റും. ആ സ്ഥാനമാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം. അതുകൊണ്ടാണ് വെസ്റ്റേൺ അസ്ട്രോളജി സൺസൈന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടില് ജ്യോതിഷത്തില് ജന്മനക്ഷത്രത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒരു ബ്ലൂ പ്രിന്റായി കണക്കാക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞ ഈ 27 നക്ഷത്രങ്ങളുടെ ലോകം നമ്മളെക്കുറിച്ച് തന്നെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലാണ്. നിങ്ങളുടെ സൺസൈൻ ഒരുപക്ഷെ നിങ്ങളുടെ പുറംലോകത്തെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ലോകം, നിങ്ങളുടെ വികാരങ്ങൾ, സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങളുടെ ചന്ദ്രനക്ഷത്രം എന്തായിരിക്കും പറയുന്നത്? അതൊരു പക്ഷേ നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു നിങ്ങളെ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതൊന്നറിയാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലേ?